എസ് പി വെങ്കടേഷ് സാറിൻ്റെ തന്നെയാണ് സൈന്യത്തിലെ ബാഗി ജീൻസും ഷൂസും അണിഞ്ഞ് ടൗണിൽ ചെത്തി നടക്കാം. 100cc ബൈക്കും ഒരു പൂജാ ഭട്ടും വേണം. അത് ഒരു ആധുനിക കാലഘട്ടത്തിന് വേണ്ട ഒരു സംസ്കാരം ഇല്ലെങ്കിൽ മുൻപേ നിന്ന പാട്ടാണ്. ആ വർഷങ്ങളിൽ ഒരുപക്ഷെ ലിവിങ് ടുഗദറിനെ കുറിച്ച് തന്നെ ആ പാട്ടിൽ വരുമ്പോൾ കൂടെ ഉറങ്ങാൻ മാരേജ് ആക്റ്റും താലിയും ഒന്നും വേണ്ട എന്നുള്ളത് പ്രോഗ്രസീവായിട്ടുള്ളൊരു ചിന്തയുടെ ഭാഗവും കൂടിയാണ്. അത് ആ കാലഘട്ടത്തിൽ തന്നെ എഴുതാൻ കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു ഭാഗ്യം കൂടെയല്ലേ? അല്ല, ഭാഗ്യമല്ല അത്. ഞാൻ തീരുമാനിച്ചാണത്. എന്റെ സബ്ജക്റ്റും എന്റെ സ്ക്രിപ്റ്റ് ഇതൊക്കെ അല്ലേ അത്. അപ്പോ സൈന്യത്തിൽ എങ്ങനെ ഒരു പാട്ട് വേണം ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ പിള്ളേര് അതർ സ്റ്റേറ്റിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അബ്രോഡ് പോകുന്നു, മറ്റേ ഫോറിൻ യൂണിവേഴ്സിറ്റികളിലേക്ക് പോകുന്നു. അപ്പൊ അത്തരത്തില് കേരളത്തിന് വെളിയിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ ഇന്ത്യയിലെ മുഴുവൻ സ്റ്റുഡൻസ് വന്ന് പഠിക്കുന്ന ഒരു എയർഫോഴ്സ് അക്കാഡമിയിൽ ആ പിള്ളേര് പാടുന്ന, അത് പുതിയ ജനറേഷനിലെ യൂത്ത് പാടുന്നത് എന്തായിരിക്കും? അവിടെ പാടുന്ന പാട്ട് ഒരു കേരളത്തിന്റെ ഒരു സാധനം ആയിരിക്കില്ല. അപ്പൊ അതിൽ കേരളം വരാൻ പാടില്ല എന്ന് ഞാൻ കൃത്യമായിട്ട് ധരിച്ചു. കാരണം എനിക്ക് ആ സബ്ജക്റ്റ് അറിയാവുന്നത് കൊണ്ടിട്ട് അവിടെ വേണ്ടത് ഒരു തരത്തിലും അവിടെ അന്ന് അമീർ ഖാനും പൂജാ ഭട്ടും ഒക്കെ നിറഞ്ഞു നിന്ന് സൂപ്പർ ഹിറ്റ് അടിച്ചു നിൽക്കുന്ന സമയമാണ് മഹേഷ് ഭട്ടിന്റെ പടം. അപ്പൊ ആ സമയത്ത് ഏകദേശം ഈ പഴയ ബൈക്കുകളൊക്കെ മാറി 100cc ബൈക്കുകൾ വരുന്നു, ബാഗി ജീൻസ് വരുന്നു. ഇതൊക്കെ പറയുമ്പോഴും നമ്മള് അതിന്റെ വേറെ തലത്തിലേക്ക് പോയിരുന്നു. അതാണ് ഞാൻ പലപ്പോഴും പറയുന്നത്. നമുക്ക് ഒരു പാട്ടിന് കിട്ടുന്ന സ്പേസ് എല്ലാവർക്കും ഒന്ന് തന്നെയാണ്. അതിൻ്റെ അകത്ത് അന്നത്തെ ലിബറലൈസേഷനെ പറ്റി പറയുന്നുണ്ട്. അത് വെറും ഒരു അടിപൊളി പാട്ടല്ല അത്. ഒന്ന് ആ പാറ്റേൺ അങ്ങനെ വേണമെന്ന് തീരുമാനിച്ചത് ഞാൻ തന്നെയാണ്. കാരണം വെച്ചാല് അന്ന് റാപ്പ് മലയാളത്തിൽ വന്നിട്ടില്ല. ആകെ കൂടി ഇന്ത്യയില് രണ്ട് റാപ്പ് കാസറ്റ് അവൈലബിൾ ആയിരുന്നുള്ളൂ. ഒന്ന് ബാബാ സൈഗാളിന്റെ ടണ്ടാ ടണ്ടാ പാനി എന്ന് പറയുന്ന ഒന്ന്, പിന്നെ അപ്പാച്ചി ഇന്ത്യൻ എന്ന് പറയുന്ന രണ്ട് ഇത് മാത്രമാണ് ഇറങ്ങിയത്. അപ്പൊ ഈ ടണ്ടാ ടണ്ടാ പാനി കേട്ട് നമ്മൾ ഭയങ്കര ത്രില്ലായി. വേറൊന്നുമല്ല, ഈ റാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിതം പ്ലസ് പോയട്രി എന്ന് പറയുന്നതിൻ്റെ അകത്തുള്ള ഈ നമുക്ക് പലതും പ്രോസിൽ പറയാം, ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും എന്ന് പറയുന്ന ഒരു അത് നമ്മളെ ത്രില്ലടിപ്പിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ പാറ്റേണിൽ നമുക്കൊന്ന് പിടിച്ചു നോക്കിയാലോ, അങ്ങനെയാണ് ആ ട്യൂണിൽ വരുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് നമുക്ക് എഴുതാൻ അതുകൊണ്ടിട്ടാണ് അതില് കൂടെ ഉറങ്ങാൻ മാരേജ് ആക്റ്റും താലിയൊന്നും വേണ്ട എന്നൊക്കെ എഴുതാൻ പറ്റുന്നത്. അതിന്റെ പാറ്റേൺ അങ്ങനെ ആയതുകൊണ്ടിട്ടാ. ഒരു നോർമൽ ട്യൂൺ ആണെങ്കിൽ അതിൽ എഴുതാൻ പറ്റില്ല. വി വാണ്ട് ലിബറലൈസേഷൻ. അന്ന് എല്ലാവരും തെറ്റിദ്ധരിച്ചു ഞാൻ ലിബറേഷൻ എന്നുള്ളത് തെറ്റി പറയുന്നതാണ്. ഇല്ല, അന്നുണ്ടായ ലിബറലൈസേഷൻ പോളിസിയുടെ ഭാഗമാണ് അന്ന് വന്ന ഇമ്പോർട്ട്, പുറത്തുനിന്നുള്ള ഉദാരവൽക്കരണം എന്ന് പറഞ്ഞിട്ട് അന്ന് എടുത്ത നരസിംഹറാവു സർക്കാരിന്റെ അന്നുള്ള പോളിസി ചേഞ്ചസ് ആണ് പിന്നീട് വന്ന ഇന്ത്യയുടെ ഡെവലപ്മെന്റിന്റെ തുടക്കം. ലോകത്തിന്റെ മുൻപിലേക്ക് ഇന്ത്യ വാതിൽ തുറന്നിട്ട ഒരു കാലമായിരുന്നു. അന്ന് അതിനെ സപ്പോർട്ട് ചെയ്ത് അന്ന് ഒരുപാട് എതിർപ്പും ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ തനത് നശിക്കും, എന്ത് പുതുത് വന്നു കഴിഞ്ഞാലും ഉടനെ നമ്മൾ എതിർക്കുമല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അന്ന് അതിനെ എതിർക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷെ ഞാനൊക്കെ മെന്റലി അതിനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സ്പേസ് കിട്ടിയപ്പോഴ് വി വാണ്ട് ലിബറലൈസേഷൻ എന്ന് തന്നെ അന്ന് എഴുതിയത്. കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലം ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് എഴുതിയത്. അതെ അതെ, നാച്ചുറലി. അത് കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലം ഒന്നും ആവില്ല. നമ്മൾ ഈ സൊസൈറ്റിയെ മനസ്സിലാക്കുകയും സോഷ്യലി നമ്മൾ കോൺഷ്യസ് ആണെന്നുള്ളതാണ്. ഇത് നമ്മുടെ എഴുത്തിലും റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഈ സ്പേസ് ഇന്ന് എത്ര പേര് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല, അല്ലെങ്കിൽ അത് ആവശ്യപ്പെടണുണ്ടോ എന്നുള്ളത്. ആരും ആവശ്യപ്പെട്ടിട്ടൊന്നും അല്ല നമ്മൾ അന്ന് എഴുതിയത്. പക്ഷെ എങ്കിൽ പോലും അന്ന് ആ ഫ്രീഡം ഉണ്ടായിരുന്നു. കാരണം വെച്ചാല് ജോർജ് സാർ നമുക്ക് അത്രമാത്രം ഫ്രീഡം തന്നിരുന്നു. കാരണം നമ്മൾ അങ്ങനെ എഴുതണമെങ്കിൽ ഇപ്പൊ അതിൽ തന്നെയുള്ള ഒരു പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെർക്കുറി ലാമ്പ് വീണ് പൊട്ടിത്തെറിച്ചു പോയോ എന്ന് പറയുന്ന F-16 ഫ്ലൈറ്റ് പോലെ ആവേണം ആൺപിള്ളേർ
മിഗൊക്കെ ഔട്ട്ഡേറ്റഡ് ആയിരുന്നു. അത് ആ കാലത്ത് 96 എഴുതുമ്പോൾ F-16 എന്നുള്ള ഇത് അമേരിക്കയിൽ മാത്രമേ ഉള്ളൂ. F-16 ഒന്നും ഇങ്ങനെ വന്നിട്ടേ ഇല്ല. അപ്പൊ പലരും എൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് എങ്ങനെ അറിയാം F-16? നമ്മളൊക്കെ ഇതൊക്കെ വായിച്ചോണ്ടിരിക്കുകയല്ലേ. അപ്പൊ മിഗ് ഔട്ട്ഡേറ്റഡ് ആയി എന്നുള്ളത്. അതിനുശേഷമാണ് മിഗ് പലതും ആക്സിഡന്റ് ആവാൻ തുടങ്ങിയത്. ബിഗ് ഫ്ലൈറ്റ് അത് കഴിഞ്ഞ് പലതും ആക്സിഡന്റ് വരികയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ നമ്മൾ അതിനു മുൻപ് തന്നെ എഴുതി മിഗ് ഔട്ട്ഡേറ്റഡ് ആയെന്നും F-16 ആണ് പുതിയ ആൺപിള്ളേരൊക്കെ F-16 ഫ്ലൈറ്റ് പോലെ ആവണം, ആൺപിള്ളേർ മിഗൊക്കെ ഔട്ട്ഡേറ്റഡ് ആയെന്ന് അതിനകത്ത് എഴുതിയിരുന്നു. അതുപോലെ തന്നെയുള്ള ഒരു ഇതാണ് ഈ പറയുന്ന ബാഗി ജീൻസിലും നമ്മൾ എഴുതിയിട്ടുള്ള. പക്ഷെ ബാഗി ജീൻസില് കഥകളൊന്നും വേണ്ട, താരാട്ടെന്തിന്, കുട്ടികൾ എന്തിന്, ഒത്തുകഴിഞ്ഞ് മടുത്താൽ തമ്മിൽ ഗുഡ് ബൈ ചൊല്ലി പിരിയാം എന്നൊക്കെ പറയുന്ന ഒരുപാട് മോഡേൺ തോട്ടുകൾ അതിൻ്റെ അകത്ത് എഴുതിയിരുന്നു. അതെല്ലാം പക്ഷെ അതിന്റെ അവസാനം വന്ന് നിൽക്കുന്നത് അതാണ് ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയത്. നമുക്ക് ബാവുൽ ഗായകരാവാം എന്ന് പറയുന്ന, കാരണം നിയന്ത്രണങ്ങളില്ലാതെ പാറിപ്പറക്കും പക്ഷികളെ പോലെ ബാവുൽ ഗായകരാവാം എന്ന് പറഞ്ഞിട്ടാണ്. അത് പലപ്പോഴും ആരും ഡിസ്കസ് ചെയ്യാറില്ല. അതിനെ വേറെ തലത്തിൽ കൊണ്ടുവന്നിട്ടാണ് ആ പാട്ട് നിൽക്കുന്നത്. 100cc ബൈക്കും പൂജാ ഭട്ടിൽ തുടങ്ങിയിട്ട് എല്ലാം മറന്ന് പാടി പക്ഷികളെ പോലെ നിന്ന് ആടുന്ന ബാവുൽ ഗായകരായിട്ട് മാറാം എന്ന് പറയുന്നതിലാണ് ആ ഇത്രയും വരുന്ന 5 മിനിറ്റിൽ നമ്മൾ ആ സാധനം കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. യഥാർത്ഥത്തില് ഞാൻ എഴുതിയിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളിലൊന്ന് ബാഗി ജീൻസ് ആണ്. കാരണം അതില് ആ ക്രാഫ്റ്റ് അത്രയും കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. പിന്നെ ഒരു പാട്ടിന്റെ ഈ ലിമിറ്റഡ് സ്പേസിൽ നിന്നിട്ട് നമുക്ക് എന്തൊക്കെ പറയാൻ സാധിക്കും എന്ന് എനിക്ക് അന്ന് അത്രയും പറയാൻ സാധിച്ചല്ലോ എന്നുള്ളതിൽ എനിക്ക് ഇന്നൊരാശ്ചര്യമുണ്ട്. കാരണം വെച്ചാല് അത്ര ആ ഫ്രീഡം നമുക്കുണ്ടായിരുന്നു. ആ ഫ്രീഡം മറ്റുള്ളവർ ഇതാക്കി തന്നിരുന്നു. ഇന്ന് സിനിമയില് അതുപോലത്തെ പാട്ട് വരാത്തത് ആ ഫ്രീഡം പിള്ളേർക്ക് കൊടുക്കാത്തത് കൊണ്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ സിനിമ അത് ആവശ്യപ്പെടാത്തത് കൊണ്ടിട്ടായിരിക്കും. ഇതേ സാറ് തന്നെയാണ് നേരെ SP വെങ്കടേഷ് സാറിൻ്റെ കൂടെ തന്നെ ധ്രുവൻ ചെയ്യുമ്പോൾ, അതും ജോഷി സാറിൻ്റെ പടത്തിൽ തന്നെ ചെയ്യുമ്പോൾ തളിർവെറ്റിലയുണ്ടോ വരദക്ഷിണ വെക്കാൻ എന്ന് എഴുതുന്നത്. ഇത് ഒരു ക്രാഫ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. സാർ അപ്ലൈഡ് ആർട്ടാണെന്ന് പറഞ്ഞാലും ഇതൊരു ക്രാഫ്റ്റാണ്. അത് രസമുള്ള പാട്ടാണ്. കറുകവയൽ കുരുവി, മുറിവാലൻ കുരുവി, കതിരാടും വയലിൽ ചെറുവാല്ലിക്കാരി, തളിർവെറ്റിലയുണ്ടോ വരദക്ഷിണ വെക്കാൻ എന്ന് പാടുന്നത്. ശരിക്കും ജോഷി സാറിൻ്റെ കൂടെ ആ കാലഘട്ടത്തിൽ എന്താ പറയുക, നിരന്തരമായി സഞ്ചരിക്കുന്ന ഒരാളായിട്ട് ശിവചേട്ടൻ മാറിക്കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് ഈ ധ്രുവമൊക്കെ സംഭവിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. തുടർച്ചയായിട്ട് പടങ്ങൾ ചെയ്ത് ഇങ്ങനെ പുറകെ നടക്കുമ്പോൾ ചില കഥകളൊക്കെ എഴുതുകയും ചിലതിന് കോ റൈറ്റേഴ്സ് ആവുകയൊക്കെ ചെയ്യുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുക. അതൊരു ഹൈപ്പിൻ്റെ കാലഘട്ടം കൂടെ ആയിരുന്നില്ലേ? യഥാർത്ഥത്തിൽ തുടക്കം തുടങ്ങി അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ഇപ്പോൾ നിറക്കൂട്ടിലാണ് ജോഷി സാറിൻ്റെ ഒപ്പം നമ്മൾ പടം ചെയ്യാൻ വേണ്ടി. അതുവരെ ഞാൻ ഞങ്ങളുടെ ആർട്ടിസ്റ്റ് ആൻഡ് ഗായത്രി ആർട്ടിസ്റ്റ് ആൻഡ് ഡിസൈനേഴ്സിലെ ലേഔട്ട് ആർട്ടിസ്റ്റ് ആയിരുന്നു ഞാൻ. അപ്പൊ ഡെന്നീസ് സ്ക്രിപ്റ്റ് എഴുതാൻ തുടങ്ങിയപ്പോഴാണ് ഡെന്നീസിന്റെ മനോഹരമായിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ് ആണ്. ഡെന്നീസിന് പോലും പിന്നെ വായിക്കാൻ പറ്റില്ലത്. അപ്പൊ അതുകൊണ്ടിട്ട് ഡെന്നീസ് എന്തെങ്കിലും എഴുതി ആരെങ്കിലും കാണിക്കുന്നതിന് മുമ്പ് ഇത് വൃത്തിയായിട്ട് എഴുതണം. അപ്പോൾ ഞാൻ പിന്നെ ഒരു ലേഔട്ട് ആർട്ടിസ്റ്റും കൂടി ആയതുകൊണ്ടിട്ട് കുറച്ചും കൂടി വൃത്തിയുള്ള ഹാൻഡ് റൈറ്റിംഗ് ആണ്. അങ്ങനെ ഡെന്നീസിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് അശോകൻ്റെ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ചെന്ന് ഈ സ്ക്രിപ്റ്റ് പകർത്തി എഴുതി കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള ചില സേവനങ്ങൾ കൂട്ടത്തിൽ ചെയ്ത് അങ്ങനെ നിറക്കൂട്ടിന്റെ വർക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ നിറക്കൂട്ടില് മമ്മൂട്ടിയുടെ ക്യാരക്ടർ ഒരു അഡ്വർടൈസ്മെന്റ് ഫേം നടത്തുന്ന ഒരു ആഡ് ഫിലിം ഫേം നടത്തുന്ന ആളായിരുന്നു. അപ്പോൾ കുറെ വർക്കുകൾ ചെയ്യണം. അങ്ങനെയാണ് ഞാൻ ഈ എയർ ബ്രഷ് എന്ന് പറയുന്ന സാധനം അന്ന് മലയാള സിനിമയിൽ വന്ന് എല്ലാവരും എയർ ബ്രഷിന്റെ വർക്കിന് വേണ്ടിയിട്ട് പലരും ഡിമാൻഡ് ചെയ്യും. 6 ഷീറ്റ് അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറയുന്നത്. അപ്പൊ എയർ ബ്രഷ് ഒരു വലിയ തരംഗമായിട്ട് നിൽക്കുന്ന സമയത്ത് ആണ് ഈ ഫിലിമിന്റെ ഇത് വരുന്നത്. അങ്ങനെ അപ്പൊ അശോകൻ നിന്ന് തിരിയാൻ സമയമില്ലാത്ത സമയത്ത് എൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞു. അപ്പൊ ഞാൻ വളരെ ജൂനിയറാണ് അന്ന്. അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു. എന്നെ പോലെ
ഒരു ഇഡിയറ്റിനെ ഈ സിനിമ ലൊക്കേഷനിലേക്ക് ഞാൻ അശോകൻ്റെ അടുത്ത് ചോദിച്ചു, അശോകേ അവിടെ ചെന്നിട്ട് ആ മമ്മൂട്ടിയെ അല്ലെങ്കിൽ ആര് സുമലതേനൊക്കെ വരക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചുറ്റിപ്പോവും. കാരണം ഞാനൊരു അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് അല്ല. ലേഔട്ട് ചെയ്യുന്ന പോലെ അല്ലല്ലോ ഒരു ഫൈനായിട്ട് ഒരു ഫൈൻ ആർട്ട് ഇതൊക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അശോക് പറഞ്ഞു അങ്ങനെ ഒരു ആവശ്യം വരുന്നില്ലല്ലോ. നിങ്ങൾ അവിടെ പോയിട്ട് ചെയ്യേണ്ടത് ഇവിടെ ചെയ്യുന്ന വർക്കുകളൊക്കെ തന്നെയാണ് അവിടെ ചെയ്യാനുള്ളത്. ഇനി അങ്ങനെ എന്തെങ്കിലും വരക്കേണ്ടി വന്നാൽ എന്നെ വിളിച്ചാൽ മതി, അപ്പോൾ ഞാൻ വരാം. അങ്ങനെ അതിൽ സുമലതയെ വരച്ചിരിക്കുന്നത് അശോക് ആ ടൈഫിൽ വരക്കുന്നതുണ്ടല്ലോ, ആ പാട്ടില് അശോക ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ഈ എയർ ബ്രഷ് ഒക്കെ ആയിട്ട് അവിടെ പോയി എന്താ ഈ പറയുന്ന അഡ്വർടൈസ്മെന്റ് ബാക്ക്ഗ്രൗണ്ട് വർക്ക് ചെയ്ത് ഇപ്പൊ മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് മമ്മൂട്ടിയുടെ കൈയായിട്ട് എന്റെ കൈയാണ് ഉപയോഗിച്ചേക്കുന്നത് ഇത് വർക്ക് ചെയ്യുന്നതൊക്കെ. അവിടെ നിന്നായിരുന്നു തുടക്കം. അപ്പോ ജോർജ് സാറിനുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എപ്പോഴും ലൊക്കേഷനിലുണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യമുണ്ട്, കാരണം ഞാൻ ഡെന്നീസിന്റെ കൂടെ ഈ സ്ക്രിപ്റ്റ് എഴുതിയ ആളും കൂടി ആയതുകൊണ്ടിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം. എന്തെങ്കിലും ഒരു എഴുതിയേക്കുന്നതിലുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ഒക്കെ ചോദിക്കാം. അത് പിന്നെ തുടർന്നു എനിക്ക് തോന്നുന്നു നമ്മൾക്ക് ഒരു നമ്മൾ അർഹിക്കുന്നതിനേക്കാൾ വലിയൊരു സ്പേസ് ജോർജ് സാർ തന്നു. ആ ചിറകിലേറിയാണ് നമ്മള് അവനൊക്കെ ഭയങ്കര അഹങ്കാരിയാണെന്നുള്ള പേരൊക്കെ ഉണ്ടാക്കി അതുകൊണ്ടിട്ടാണ്. കാരണം ജോർജ് സാറിന്റെ കൂടെ നടക്കുന്നു, ജോർജ് സാർ താമസിക്കുന്ന ഹോട്ടലിൽ നമ്മൾ താമസിക്കുന്നു. അങ്ങനെ ഈ ചെറുകിട സിനിമാക്കാരോ ഇവരൊന്നും നമ്മുടെ അടുത്തേക്കേ വന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള സിനിമകൾ നമ്മുടെ ലിസ്റ്റിലേ ഇല്ല. എല്ലാം വലിയ സിനിമകളാണ്. അതുകൊണ്ട് എന്താ എണ്ണത്തിൽ വളരെ കുറച്ച് പാട്ട് എഴുതിയുള്ളെങ്കിലും നല്ല ബാനർ, നല്ല പ്രൊഡക്ഷൻ, നല്ല ആർട്ടിസ്റ്റ്, പിന്നെ പാട്ട് കിട്ടാതിരിക്കുമോ. ധ്രുവത്തിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാല് അപ്പൊ ജോർജ് സാറിന്റെ ആയിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അന്ന് തുടങ്ങിയ, അതായത് നിറക്കൂട്ടിൽ തുടങ്ങിയ ആ ബന്ധം കൂടെ കൊണ്ടു നടക്കുക. രാത്രി ആയി കഴിഞ്ഞാല് റെഡി ആയിട്ട് നിൽക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മളെ താജി കൊണ്ട് ഫുഡ് വാങ്ങിച്ചു വന്ന് തിരിച്ച് റൂമിൽ കൊണ്ടുവന്ന് ഇറക്കി പോകുന്ന അങ്ങനെ ഒരു, കാരണം അത്ര ഇതൊന്നും കാണിക്കേണ്ട കാര്യമില്ല. പക്ഷെ നമുക്കൊക്കെ ഒരുപാട് സ്വാതന്ത്ര്യവും അങ്ങേറ്റം വിശ്വാസം അതാണ് നമുക്ക് തന്നിരുന്ന ഏറ്റവും വലിയൊരു, നമ്മളെ വിശ്വസിച്ചിരിക്കുക. അപ്പൊ പിന്നെ ആ വർക്ക് എങ്ങനെ ആവും എന്നുള്ളത് നമ്മുടെ ഏറ്റവും നന്നായിട്ട് കൊടുക്കേണ്ടത് നമ്മുടെ ആവശ്യമായിട്ട് മാറും. കാരണം അത്ര ബ്ലൈൻഡ് ബിലീഫാണ്. അവൻ ചെയ്തോളും. അപ്പൊ പലപ്പോഴും അത് വെങ്കടേഷൊക്കെ പറയുമായിരുന്നു, ഒരു ട്യൂൺ ഇട്ട് കഴിഞ്ഞാല് അന്ത പയലില്ലേ അവൻ ഫേസിലെ പാക്കും, അവനൊന്ന് കണ്ണടച്ചാ പോയിന്ന്. ഇവര് ഭയങ്കര മ്യൂസിക് ഒക്കെ ചെയ്തിട്ട് അപ്പൊ ഞാൻ നോക്കുന്നത് എനിക്ക് എഴുതാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ധ്രുവത്തിലെ പാട്ടൊക്കെ എന്ന് പറഞ്ഞാല് എന്റെ എഴുത്തിന് എങ്ങനെ കംഫർട്ടബിൾ ആക്കാം, എനിക്ക് എഴുതാനുള്ള സ്പേസ് ആണ്. ഇവര് മ്യൂസിക്കലി എന്ത് കാണിക്കുന്നു എന്നുള്ളതല്ല, അത് ആ ധ്രുവത്തിലെ പാട്ടുകളിലുണ്ട്. അത് മാത്രമല്ല ഞാൻ അങ്ങേറ്റം പ്രണയാതുരനായിട്ട് എഴുതിയ പാട്ട് കൂടിയാണ്. കാരണം എൻ്റെ പ്രണയം പൂത്തുലഞ്ഞ് നിൽക്കുന്ന ഒരു കാലവും കൂടിയായിരുന്നു. അപ്പൊ അത് നാച്ചുറലി ആ എഴുത്തിൽ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. ഒന്നും വേണ്ട നീ ഉണ്ടെങ്കിൽ, പുല്ലിൻ കുടിൽ പോരും എന്നൊക്കെ പറഞ്ഞ എഴുത്ത് മുഴുവൻ ആത്മാവി തൊട്ട് എഴുതിയതാണ്. അപ്പൊ ആ ഇതതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. പറഞ്ഞത് തന്നെ അറം പറ്റിയതുപോലെ ആവുകയും ചെയ്തു. കാരണം വെച്ചാല് നടവഴിയിടകളിൽ നടുമുറ്റങ്ങളിൽ ഒരു കഥ നിറയുകയായി, ഒരു പിടി അവനിൻ കഥ പോലിവളുടെ പരിണയ കഥ പറഞ്ഞു, പറയാതറിഞ്ഞവർ പരിഭവം പറഞ്ഞു. കാരണം വെച്ചാല് ഒന്നും പറയാതെ അവിടെ നിന്ന് റെക്കോർഡിങ്ങിന്റെ അവിടെ നിന്ന് ഇവിടെ വന്ന് കല്യാണം കഴിച്ച് തിരിച്ചു പോയ മനുഷ്യനാണ് ഞാൻ. നാച്ചുറലി പരിഭവവും ബാക്കി നിനക്കൊന്ന് പറഞ്ഞുകൂടെ, കാരണം നടക്കുമെന്ന് ഒരു ഉറപ്പില്ല. അങ്ങനെയുള്ള ഒരു കല്യാണമായിരുന്നു. അപ്പോൾ അത് എഴുതി കൊടുത്തിട്ട് ഞാൻ ഇവിടെ വന്ന് അത് തന്നെ സംഭവിച്ചു എന്നുള്ളതാണ്. ജീവിതമായിട്ട് അത്രയും ബന്ധമുള്ള. അതുകൊണ്ടിട്ട് ആ 2 പാട്ടിന്റെ കാര്യത്തില് എനിക്ക് വേറെ ഒന്നും പറയാൻ വയ്യ. കാരണം അത് സ്വന്തം ജീവിതമാണ്. അതിനേക്കാൾ അപ്പുറത്തേക്ക് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞങ്ങള് അടയാറായിരുന്നു അതിന്റെ ഷൂട്ടിങ് കുറെ ഭാഗം. അപ്പോൾ റെക്കോർഡിങ് കഴിഞ്ഞ് ആദ്യത്തെ ഷെഡ്യൂള് മദ്രാസിൽ തന്നെയായിരുന്നു. അപ്പോൾ ന്യൂട്ലാൻഡ്സിൽ താമസിക്കുന്ന എന്നെ വടപള്ളിയിൽ നിന്ന് ജോർജ് സാർ വരുമ്പോൾ
അവിടുന്ന് കയറ്റി ലൊക്കേഷനിലേക്ക് ഞങ്ങൾ ഒന്നിച്ചാണ് പോവുക. ഈ സമയത്ത് മുഴുവൻ ഈ പാട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത്. അന്ന് ജോഷി സാറ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ സാധാരണ പാട്ട് കുറച്ച് പ്രാവശ്യം കേൾക്കുമ്പോഴും മടുക്കും, പിന്നെ പിക്ചറൈസ് ചെയ്യണ്ടേ, ഷോർട്ട് ഡിവൈഡ് ചെയ്ത് കൺസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും കേട്ടോണ്ടേ ഇരിക്കേണ്ടി വരും. പക്ഷെ ഈ പാട്ടുകളുണ്ടല്ലോ എത്ര കേട്ടിട്ടും മടുക്കുന്നില്ല എന്ന്. അന്ന് ജോഷി സാറ് പറഞ്ഞ ആ സാധനം, ആ ഒരു കാര്യം എനിക്ക് തോന്നുന്നു മനുഷ്യർക്ക് ഇപ്പോഴും മടുത്തിട്ടില്ല പാട്ട് എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഇന്ന് നമുക്ക് കേൾക്കുമ്പോഴും, എനിക്ക് കേൾക്കുമ്പോൾ പോലും അതിനൊരു ഫ്രഷ്നെസ് ഇപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. അതിപ്പോ എന്റെ ഫീലിംഗ് ഒരു പക്ഷെ അതിന്റെ ലൈഫുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കൊണ്ടിട്ടായിരിക്കാം. പക്ഷെ പലരും പറയാറുണ്ട് അവർക്ക് വളരെ ഇഷ്ടമുള്ള ഒരു വർക്കാണെന്ന്. ആ ഒരു സന്തോഷം ആ പാട്ടിന്റെ കാര്യത്തിലുണ്ട്. തുമ്പിപ്പെണ്ണെ വാവായും ഹിറ്റായിരുന്നു, അതെ, അതും രസമുള്ളൊരു പാട്ടായിരുന്നു. ഈ SP വെങ്കടേഷ് സാറിൻ്റെ രസമുള്ള മറ്റൊരു പാട്ടാണ്, അത് വ്യത്യസ്തമെന്ന് പറയാൻ പറ്റുന്ന പാട്ടാണ്, കണ്ണാടിപ്പുഴയുടെ കടവത്ത് നിൽക്കുന്ന കണിക്കൊന്ന മലരണിഞ്ഞു ആദ്യമായി. അത് എന്തെങ്കിലും സിറ്റുവേഷൻ ആയിരിക്കുമല്ലേ, ഭാര്യയിലുള്ള പാട്ടാണ്. ഒരു പുതിയ ജന്മം വല്ലതും ഉണ്ടായപ്പോഴായിരിക്കാം അതെ അതെ എഴുതിയിട്ടുണ്ടാവുമെന്ന്. അത് 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 എന്താ, ആ സബ്ജക്റ്റ് അങ്ങനെയായിരുന്നു. ആ സബ്ജക്റ്റില് ഇവര് തമ്മില് കണ്ണാടിപ്പുഴയുടെ കടവത്ത് നിൽക്കുന്ന, കണ്ണീർ പുഴയുടെ കടവത്ത് നിൽക്കുന്ന 2 വെർഷൻ ഉണ്ട്. രണ്ട് വെർഷൻ ഉണ്ട് അതിൻ്റെ അകത്ത്. ഒന്ന് സ്വപ്നങ്ങളുടെ ഒരു വെർഷനും, അത് കഴിഞ്ഞിട്ട് കണ്ണീർ പുഴയുടെ കടവത്ത് നിൽക്കുന്ന കണിക്കൊന്ന ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വേറെ വെർഷനും. ദാസേട്ടന്റെ ഉണ്ട്, ചിത്രയുടെ ഉണ്ട്. ഏകദേശം ട്യൂണിനും കുറച്ച് വേരിയേഷൻ ഉണ്ട്. അതൊരു ഡിഫറെന്റ് സോങ് ആയിട്ട്. അപ്പോഴേക്കും വെങ്കടേഷ് ഏകദേശം മലയാളമൊക്കെ പഠിച്ചു. അതേപോലെ തന്നെയാണ് ഈ ശ്യാം സാറിന്റെ കൂടെ ചെയ്ത സ്പീഡ് പാട്ടാണ് രാവിൽ പൂന്തേൻ തേടും പൂങ്കാറ്റെ അടിപ്പാടാൻ നീയും കൂടെ പോരാമോ എന്ന് പറയുന്നത്. അരിയങ്കാവിൽ വേല കഴിഞ്ഞു എന്ന് പറഞ്ഞ് പോകുന്ന, അത് ഭയങ്കര ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള, ഇപ്പോഴും എനിക്ക് തോന്നുന്നു യാത്രകളിൽ ആൾക്കാർ ഇട്ടിട്ട് യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പാട്ടാണ്. അത് കേട്ടാൽ തന്നെ നമുക്കൊരു ഇത് വരും, രാവിൽ പൂന്തേൻ തേടും പൂങ്കാറ്റെ എന്ന് പറയുന്ന സാധനമില്ലേ. അത് അതിൻ്റെ ഒരു സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എനിക്കിങ്ങനെ അപ്രതീക്ഷിതമായിട്ട് ചില കോളൊക്കെ വരും. ഒരിക്കല് നമ്മുടെ സജി സുരേന്ദ്രൻ അവരൊക്കെ കൂടെ പോകുമ്പോഴ് അനൂപ് മേനോൻ ഇവര് എന്നെ വിളിക്കുന്നു, നിങ്ങളുടെ പാട്ട് ഞങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കേട്ടോണ്ടിരിക്കുക, രാവിൽ പൂന്തേൻ. അങ്ങനെ ഒരുപാട് പേര് യാത്ര ചെയ്യുന്ന ആൾക്കാർ ഒരു പാട്ടായിട്ട്, ഒരു ദേശീയ ഗാനമായിട്ട് അത് മാറിയിട്ടുണ്ട്. അല്ല, ഏറ്റവും രസമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ കഴിഞ്ഞ 6 മാസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ ഇടയ്ക്കാണ് ഇവിടെ വാഴ എന്ന് പറയുന്ന ഒരു പടം റിലീസ് ചെയ്തത്. ഞാൻ ഇപ്പൊ ഈ മാസം ഇവിടെ വന്നിട്ട് കുറെ പടങ്ങൾ പെൻഡിങ് ഉണ്ടായിരുന്നു. അതിരുന്ന് കാണുമ്പോഴാ വാഴയുടെ ടൈറ്റിൽ എന്റെ പാട്ട്. അതില് എന്റെ ക്രെഡിറ്റ് കൊടുത്തിട്ടുണ്ടോന്ന് പോലും എനിക്കറിയില്ല, എന്റെ അടുത്ത് ചോദിച്ചിട്ടേ ഇല്ല. എങ്കിലും ഒരു സന്തോഷം തോന്നി. ഈ പുതിയ പിള്ളേര് തലകുത്തി പറയുന്ന ഈ പടത്തിലോ ആ പാട്ട്, ഇപ്പൊ എന്റെ പേര് എന്റെ അടുത്ത് ചോദിച്ചില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ, പക്ഷെ എങ്കിലും അവരും ഇപ്പോഴും ആ പാട്ടിനെ ഫോളോ ചെയ്യുന്നു എന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. അത് ആൾക്കാർ ശീലമാക്കണ്ട ഈ കാര്യം. ഔസേപ്പച്ചൻ സാറിൻ്റെ പാട്ടുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാട്ട്, കിനാവിലെ ജനാലകൾ, അത് നമുക്ക് പാടാൻ പോലും കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളൊരു കോമ്പോസിഷനാണ്. ആ പാട്ട് സാറിന് പ്രിയപ്പെട്ട പാട്ടാണോ? ഒരു തരത്തിൽ പറഞ്ഞാലാണ്. അതിൽ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, രഞ്ജിത്ത് പണ്ട് തുടങ്ങിയ സുഹൃത്താണ്, വളരെ അടുത്ത സുഹൃത്താണ്. ആദ്യത്തെ വർക്ക് തുടങ്ങി, അതായത് ഞങ്ങളുടെ ഓർക്കാപ്പുറത്ത് തുടങ്ങി. ഓർക്കാപ്പുറത്തിന്റെ സബ്ജക്റ്റ് രഞ്ജിത്തിന്റെ ആയിരുന്നു, ഞാൻ സ്ക്രിപ്റ്റ്. അക്കാലം തുടങ്ങിയ ബന്ധമാണ്. ഒന്നിച്ചുള്ള വർക്കുകളൊക്കെ വളരെ കുറവായിരുന്നെങ്കിൽ പോലും പ്രാഞ്ചിയേട്ടന്റെ സബ്ജക്റ്റ് ആദ്യം ഈ ഡിസ്കഷന്റെ സമയത്ത് തന്നെ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഇതായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അന്ന് ചോദിച്ചു, അരിപ്രാഞ്ചിന്ന് പേരിട്ടുകൂടെ? അപ്പൊ എൻ്റെ അടുത്ത് അന്ന് രഞ്ജിത്ത് പറഞ്ഞ, എടാ അങ്ങനെ ഒരു പേരിട്ട് കഴിഞ്ഞാല് അത് മമ്മൂട്ടിപ്പടം എന്നുള്ള ഒരു ഇതിലേക്ക് ആൾക്കാർ ധരിച്ച് കാണാൻ വരും. അരിപ്രാഞ്ചി എന്നൊക്കെ പറയുമ്പോഴേക്കുള്ളൊരു അതൊരു തെറ്റായിട്ടുള്ള മെസ്സേജ് ചിലപ്പോൾ കൊടുത്തേക്കും എന്നുള്ള പേടിയുണ്ട്. അങ്ങനെയാണ് പ്രാഞ്ചിയേട്ടൻ ആൻഡ് സെയിന്റ് ഒക്കെ വന്നത്. അപ്പൊ ആദ്യം അതിൻ്റെ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു പാട്ട് വേണം, ഞാൻ ഇരിക്കാം. അന്ന് എനിക്ക് തോന്നുന്നു ഞാൻ അമൃത TV വർക്ക് ചെയ്യുന്ന കാലം.
അങ്ങനെ എറണാകുളത്ത് ഇരുന്ന് ഞങ്ങൾ പലതും ഡിസ്കസ് ചെയ്തു. ഔസേപ്പ് വന്നു, ഞങ്ങൾ ചില ഐഡിയാസ് ഒക്കെ ഇട്ടു. പക്ഷെ അതൊന്നും വർക്കൗട്ട് ആയില്ല. അങ്ങനെ നമുക്ക് ഓഫീസ് വർക്കല്ലേ, മൺഡേ നമ്മൾ വീണ്ടും നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് പോകുന്നു. 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഔസേപ്പച്ചൻ എന്നെ മദ്രാസിൽ നിന്ന് വിളിക്കുന്നു. എടോ ഒരു ട്രാക്ക് രഞ്ജിത്ത് ഓക്കെ ചെയ്തിട്ടുണ്ട്, എപ്പോഴാണ് നമുക്കൊന്ന് ഇരിക്കാൻ പറ്റുക? ഞാൻ പറഞ്ഞു ഇനി വേണമെങ്കിൽ സൺഡേ, ഈ ആഴ്ച ഞാൻ എന്തായാലും എറണാകുളം പോകുന്നില്ല, ഞാൻ ട്രിവാൻഡ്രത്ത് തന്നെ ഉണ്ടാവും. അങ്ങനെ നമുക്ക് സൺഡേ ഇരുന്നാലോ? സൺഡേ ഇരിക്കാന്ന് പറഞ്ഞാൽ സൺഡേ ഞാൻ തിരുവനന്തപുരത്ത് വീട്ടിലിരിക്കുന്നു, ഔസേപ്പച്ചൻ മദ്രാസിലെ വീട്ടിലിരിക്കുന്നു. അതാണ് ഇരിക്കല്. ഞാൻ പറഞ്ഞു സൺഡേ ഇരിക്കാം. സൺഡേ വേറെ പരിപാടി ഒന്നും ഏറ്റേക്കരുത്, ടഫ് സോങ് ആണ്. ഞാൻ പറഞ്ഞു അത് ശരി, സൺഡേ അല്ലേ. സൺഡേ ഏറ്റവും രസമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആ പേരൂർക്കട ശാസ്തമംഗലം റോഡുണ്ട്, അവിടെ ലാറ്റക്സിന്റെ മുൻപിലുള്ള ഒരു വലിയ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. കാരണം അമൃതാനന്ദമയി അമ്മയ്ക്ക് ആരോ ഒന്ന് പ്രസന്റ് ചെയ്ത ഒരു വലിയ മാൻഷനാണ്. എത്ര സ്ഥലത്ത് ഒരു വലിയ വീട്, ആ വീടിന്റെ തൊട്ടടുത്തൊരു പള്ളിയുണ്ട്. അത് അവിടെ എല്ലാ സൺഡേയും മോർണിംഗില് നല്ല ഒന്നാന്തരം ക്രിസ്ത്യൻ ഡിവോഷനുകൾക്ക്. അപ്പൊ ആബേലച്ചൻ്റെ ഒക്കെ ഉണ്ടല്ലോ, ഈശ്വരനെ തേടി ഞാൻ നടന്നു. പിന്നെ എല്ലാം നല്ല സെലക്റ്റഡ് ആയിട്ടുള്ള പാട്ടുകളാണ് വെക്കുക. പരിശുദ്ധാത്മാവേ, എനിക്കിപ്പോഴും ആ പാട്ട് കേട്ട് കഴിഞ്ഞാൽ ദാസേട്ടന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ കൊതി തോന്നും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാ പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വർണ്ണമേ എൻ്റെ ഹൃദയത്തിൽ, ഇങ്ങനെയുള്ള. പിന്നെ ഞാനുറങ്ങാൻ പോകും മുൻപായി നിനക്കേകുന്നിതാ നന്ദി നന്നായി, ഇന്നു നീ കാരുണ്യപൂർവം തന്ന നന്മകൾക്കൊക്കെയുമായി. എന്താ ലിറിക്സ് അല്ലേ, കൊതിപ്പിക്കുന്ന ലിറിക്സാ. ഈ പാട്ടുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുമ്പോഴാണ് ഔസേപ്പ് എടോ ഇരിക്കല്ലേ, ഞാൻ പറഞ്ഞ ഇരിക്കാം. അങ്ങനെ ജനലൊക്കെ അടച്ചിട്ട് അപ്പുറത്തുനിന്ന് ചെറുതായിട്ട് ഈ പാട്ട് കേൾക്കാം. അങ്ങനെ അവിടെ നിന്ന് ഇയാൾ ട്യൂൺ പാടിത്തരുന്നു, ഞാൻ എഴുതുന്നു. ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് പാട്ട് എഴുതി കഴിഞ്ഞു. അരമണിക്കൂർ തന്നെ എടുത്തിട്ടില്ല, പാട്ട് എഴുതി കഴിഞ്ഞു. ഔസേപ്പ് എടോ ഇത്ര ടഫായിട്ടുള്ള പാട്ട് താൻ ഇത്ര പെട്ടെന്ന് എഴുതിയോ? ഞാൻ പറഞ്ഞു എനിക്ക് ടഫാണെന്ന് മനസ്സിലായില്ല. ടഫാണെന്ന് മനസ്സിലായില്ലേ, അയാള് ട്യൂൺ പാടി തരുന്നു, നമ്മൾ ലിറിക്സ് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ഉണ്ടായ പാട്ടാണ്. പക്ഷെ പിന്നീട് മനോജ് കെ ജെയിൻ പാട്ട് കേട്ടിട്ട് മനോജിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പൊ മനോജ് പറഞ്ഞു എന്തൊരു ടഫ് സോങ് ആണ്. അപ്പൊ ഔസേപ്പിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് അതിലെ ഒരു ന്യൂആൻസസ് നഷ്ടപ്പെടാതെ അയാളിട്ടേക്കണ ആ ട്യൂണിന്റെ ഡൈനാമിക്സും അതിന്റെ ന്യൂആൻസസ് ഒന്നും നഷ്ടപ്പെടാതെ കൃത്യമായിട്ട് ലിറിക്സ് വന്നു എന്നുള്ളതാണ് അയാളുടെ ഹാപ്പിനെസ്. എന്തായാലും അതൊരു ചലഞ്ചിങ് ആയിരുന്നു എന്ന് ഔസേപ്പ് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്.